2-3 ദിവസം കൊണ്ടേ മന്തി കഴിക്കണമെന്ന് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. മനസ്സ് പറയുന്നതല്ലേ, അത് നമ്മൾ കേൾക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം ഞാനും ചിക്കും ജാനിയും കൂടെ ഒരു സന്ധ്യയൊക്കെ ആയപ്പോൾ അങ്ങ് ഇറങ്ങി. ഇപ്പം കായംകുളത്തുള്ളതിൽ വെച്ച് മന്തി കഴിക്കാൻ പറ്റിയ സ്പോട്ട് ഏതായിരിക്കും? വേറെ ഏതാ? നമ്മുടെ ചെയ്യാൻ മന്തി. ഇവിടുന്ന് ഒരു തവണയെങ്കിലും മന്തി കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ പിന്നെയും തിരിച്ച് ഇവിടെ തന്നെ വന്ന് കഴിച്ചോളൂ. അതാണ് ഇവിടുത്തെ ഒരു ഇത്. ഇവിടെ പെരുന്നാൾ പ്രമാണിച്ച് ഇഫ്താറിന് വേണ്ട സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ട്. ഞാൻ ഇവിടുന്ന് 2-3 വട്ടം മന്തി കഴിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യം നമ്മൾ ചിക്കൂനെയും കൂടെ കൂട്ടി. ജാനിക്ക് എരിവ് വേണ്ടാത്തതുകൊണ്ട് നോർമൽ അൽഫാം മന്തിയും ഞങ്ങൾ രണ്ടുപേരും പെരി പെരി മന്തിയാണ് പറഞ്ഞത്. സ്പൈസസ് ഒക്കെ നല്ല രീതിയിൽ ഇഷ്ടമുണ്ട്, ഇച്ചിരി എരിവൊക്കെ വേണമെന്നുള്ളവർ പെരി പെരി മന്തി കഴിച്ചാൽ. റൈസ് ആണെങ്കിൽ ഹാഫ് പോർഷൻ മതിയെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. കാരണം മിക്കവാറും ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് അധികം വരും. പിന്നെ ജാനിക്കാണെങ്കിൽ ഒരു പീസ് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ അവളതൊന്നും കഴിക്കാൻ പോകുന്നില്ല. പിന്നെ എന്നാലും മഴക്കിടണ്ടാലോ എന്ന് വിചാരിച്ച് മേടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ അവിടെ മൊത്തം കഴിക്കാൻ വയ്യെന്ന് പറഞ്ഞ് കസേര ചാരി അവിടെ കിടന്നത്. ചിക്കു ഇച്ചിരി ഹെവി ആയി പോയെന്നും പറഞ്ഞ് എങ്ങനെങ്കിലും കഴിച്ചു തീർത്ത്. എനിക്കും ഇച്ചിരി അതിന് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയിരുന്ന് ജാനിയുടെ ഡാൻസ് ഒക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പം മന്തി ലവേഴ്സ് ആരും കായംകുളത്ത് 3-ാം കുറ്റിയിലുള്ള ഈ സയാൻ മന്തി മറക്കണ്ട.